ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ ലാപ്ടോപ്പും കമ്പ്യൂട്ടറൊക്കെ സ്പീഡാക്കുക എന്നുള്ളതാണ്. ചില സമയത്ത് നമ്മുടെ കമ്പ്യൂട്ടറും ലാപ്ടോപ്പൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഹാങ് ആകുന്ന ഇഷ്യൂ, അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ വരുമ്പോൾ, അതേപോലെ ഭയങ്കര സ്ലോ ആയിട്ടിരിക്കുമ്പോൾ എങ്ങനെ നമ്മുടെ കമ്പ്യൂട്ടർ, അതായത് വിൻഡോസിൻ്റെ ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ് എങ്ങനെ നമുക്കത് സ്പീഡാക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. നമ്മളെല്ലാം ഇവിടെ ചെക്ക് ചെയ്തിട്ട് എങ്ങനെയാണത് സ്പീഡാവുന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് നമ്മുടെ സിസ്റ്റത്തിലെ മൈ കമ്പ്യൂട്ടർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഈ മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ സി ഡ്രൈവിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രോപ്പർട്ടീസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യുന്നത് വിൻഡോസ് 10-നകത്താണ്. ഇതിനകത്ത് ഡിസ്ക് ക്ലീനപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണിക്കും. ഇതിനകത്ത് എല്ലാതും നമ്മൾ ടിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ എന്നുള്ളത് കൊടുക്കാം. ഇവിടെ ഡിലീറ്റ് ഫയൽ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിലുള്ള ടെമ്പററി ഫയലും അതേപോലെ അൺവാണ്ടഡ് ഫയൽസ് എല്ലാം ക്ലീൻ ആവുന്നതാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മൊത്തം കംപ്ലീറ്റ്ലി നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് റിമൂവ് ആയിട്ട് നമുക്ക് സിയിൽ സ്പേസ് കൂടുന്നതും അതേപോലെ തന്നെ സ്പീഡ് കൂടുകയും ചെയ്യാം. വീണ്ടും അതേപോലെ തന്നെ ഒന്നുകൂടി ഡിസ്ക് ക്ലീനപ്പ് എടുക്കാം. അതിനുശേഷം നമ്മൾ ക്ലീനപ്പ് സിസ്റ്റം ഫയൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഡിസ്ക് ക്ലീനപ്പ് എന്നെടുത്തതിനകത്തും നേരത്തെ ചെയ്ത പോലെ എല്ലാ ഭാഗവും എല്ലാ ഓപ്ഷനും ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സിസ്റ്റത്തിൻ്റെ സിസ്റ്റം ഫയൽസും അൺവാണ്ടഡ് സിസ്റ്റം ഫയൽസും കൂടെ ഇതേപോലെ നമുക്ക് ക്ലീൻ ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് എൻ്റെ ലാപ്ടോപ്പിനകത്താണ്. ഡെസ്ക്ടോപ്പിനകത്താണെങ്കിലും സെയിം മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. സെയിം സെറ്റിങ്സ് എല്ലാം സെയിം ആയിരിക്കും. ഓക്കെ, അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും നമ്മുടെ സിസ്റ്റത്തിൻ്റെ മൈ കമ്പ്യൂട്ടർ എടുത്തതിന് ശേഷം ജസ്റ്റ് ഈ ബ്ലാങ്ക് ആയ സ്പേസിൽ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് സിസ്റ്റം പ്രോപ്പർട്ടീസ് എന്നുള്ളത് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ സിസ്റ്റം പ്രോപ്പർട്ടീസ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇവിടെ ചേഞ്ച് സെറ്റിങ്സ് എന്നുള്ളത് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പം ഇങ്ങനെ ഒരു ബോക്സ്, സിസ്റ്റം പ്രോപ്പർട്ടീസിൻ്റെ ബോക്സ് ഓപ്പൺ ആയി വരും. അവിടെ അഡ്വാൻസ് എന്നുള്ള ഓപ്ഷനിൽ എടുത്തു കഴിഞ്ഞാൽ ഈ പെർഫോമൻസ് എന്നുള്ള സെറ്റിങ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇതിനകത്ത് നമ്മുടെ ഈ ഒരു അഡ്ജസ്റ്റ് ഫോർ ബെസ്റ്റ് പെർഫോമൻസ് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യാം. ദെൻ ഓക്കെ കൊടുക്കാം. അടുത്തതായി നമ്മൾ കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യാം. ഒന്നെങ്കിൽ ഇവിടെ സെർച്ചിൽ കൺട്രോൾ പാനലിൽ നിന്ന് സെർച്ച് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഡെസ്ക്ടോപ്പിൽ ഐക്കൺ ഉണ്ട് കൺട്രോൾ പാനൽ. ഞാൻ ഡയറക്റ്റ് കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇവിടെ കാറ്റഗറി എന്നുള്ളത് ലാർജ് ഐക്കൺ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അവിടെ നമ്മൾ പവർ ഓപ്ഷൻസ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. പവർ ഓപ്ഷനിൽ ഞാനൊരു ക്രിയേറ്റ് എ പവർ പ്ലാൻ, ഞാനൊരു പുതിയ പവർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന ഹൈ പെർഫോമൻസ് എന്നുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു പുതിയ പവർ പ്ലാൻ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് കൊടുക്കാം. ഇവിടെ നമ്മുടെ ഡിസ്പ്ലേ നിങ്ങൾക്ക് എത്രയാണോ ഇത് വേണ്ടത്, ഡിസ്പ്ലേയുടെ ടൈമും പ്ലഗ് അതായത് ചാർജ് കണക്ട് ചെയ്തിട്ടുള്ള ടൈമും നിങ്ങൾക്ക് വേണ്ടത് കണക്ട് ചെയ്തിട്ട് അവിടെ ഒരു പവർ പ്ലാൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതായത് ബെസ്റ്റ് ഒരു കസ്റ്റം പവർ പ്ലാൻ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിത് ബൈ ഡിഫോൾട്ട് ഞാനൊന്ന് ചേഞ്ച് ചെയ്യുന്നില്ല, ബൈ ഡിഫോൾട്ടിൽ തന്നെ ഞാൻ ക്രിയേറ്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇത് ഈ ഒരു ഞാൻ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പവർ പ്ലാനിലോട്ട് ഇത് മാറിയിട്ടുണ്ട്. ഇത്രയും ഓപ്ഷൻസ് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് സെർച്ചിൽ പോയിട്ട് നമ്മുടെ വിൻഡോസിൻ്റെ അപ്ഡേഷനും കൂടി ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് അപ്ഡേഷൻ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെക്ക് ഫോർ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ഇതിനകത്ത് കുറച്ച് അപ്ഡേഷൻ പെൻഡിങ് ഉണ്ട്. അതേപോലെ വ്യൂ ഓപ്ഷണൽ അപ്ഡേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ HP ഫേംവെയർ, അതായത് എൻ്റെ ഒരു
ഫേംവെയർ അപ്ഡേറ്റ് കൂടി ഉണ്ട്, അതും ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ കൊടുക്കുക. അതിനുശേഷം ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 2 റീസ്റ്റാർട്ട് കിടക്കുന്നുണ്ട്, 2 ഡൗൺലോഡിങ്ങിലും കിടക്കുന്നുണ്ട്. കുറച്ച് നേരം നമ്മൾ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതവിടെ കാണാൻ പറ്റും, ഫേംവെയർ ഡൗൺലോഡ് ആകുന്നുണ്ട്. അതേപോലെ വേറൊരു സെക്യൂരിറ്റി അപ്ഡേറ്റും കൂടെ ഇവിടെ പെൻഡിങ് കിടക്കുന്നുണ്ട്. ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പെൻഡിങ് മുകളിൽ കാണിക്കുക പോലെ പെൻഡിങ് റീസ്റ്റാർട്ട് എന്നുള്ള ഒരു സ്റ്റാറ്റസിലോട്ട് മാറും. അങ്ങനെ 3 റീസ്റ്റാർട്ടിലോട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം നിങ്ങളുടെ സിസ്റ്റം ജസ്റ്റ് ഇവിടുന്ന് ഈ ഒരു ഓപ്ഷൻ അപ്ഡേറ്റ് ആൻഡ് റീസ്റ്റാർട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം സിസ്റ്റം ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആയതിനു ശേഷം നമ്മുടെ സിസ്റ്റം റീസ്റ്റാർട്ട് ആയി കഴിഞ്ഞ് പിന്നീട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സ്പീഡിൽ നമ്മുടെ സിസ്റ്റം യൂസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ റീസ്റ്റാർട്ട് കൊടുക്കുന്നില്ല, കാരണം എൻ്റെ ഈ ഒരു അപ്ഡേറ്റ് നടക്കുന്നേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് മിനിമൈസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് ഹാർഡ് ഡിസ്ക് ആണ് എന്നുണ്ടെങ്കിൽ, നമ്മുടെ സിസ്റ്റത്തിൽ ഹാർഡ് ഡിസ്ക് ആണ് എന്നുണ്ടെങ്കിൽ നമ്മളത് SSDയിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെന്ന് SSDയിലോട്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഹാർഡ് ഡിസ്ക് നിലവിലുള്ള ഹാർഡ് ഡിസ്ക് മാറ്റിയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വേറെ സെപ്പറേറ്റ് സ്ലോട്ട് നമുക്ക് SSD ഇടാനായിട്ടുള്ള ഒരു സ്ലോട്ട് പുതിയ ലാപ്ടോപ്പിലെല്ലാം ഉണ്ടാവും. ഇൻ കേസ് സ്ലോട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സാറ്റ ടൈപ്പ് SSD വാങ്ങിയിട്ട് നമ്മുടെ ലാപ്ടോപ്പിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാർഡ് ഡിസ്കിൽ നിന്ന് സാറ്റയിലോട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പീഡ് നമ്മുടെ ലാപ്ടോപ്പിന് കിട്ടും. ഇനിയിപ്പോൾ പഴയ ലാപ്ടോപ്പ് ആണെങ്കിൽ തന്നെ നമുക്ക് SSDയുടെ സ്ലോട്ട് ഇല്ലെങ്കിൽ കൂടി സാറ്റ SSD വാങ്ങിയിട്ട് അത് ഹാർഡ് ഡിസ്കിൻ്റെ അതേ സെയിം പ്ലേസിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് പുതിയ OS ചെയ്ത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെ നമ്മുടെ സിസ്റ്റത്തിന് കിട്ടും. ഇപ്പോൾ നമ്മൾ നിലവിൽ യൂസ് ചെയ്യുന്നിട്ടുള്ള സിസ്റ്റം SSD ആണോ അതോ ഹാർഡ് ഡിസ്ക് ആണോ എന്നുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ടാസ്ക് ബാറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ടാസ്ക് മാനേജർ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇത് SSD ആണോ അതോ ഹാർഡ് ഡിസ്ക് ആണോ നമ്മളിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ട് പെർഫോമൻസ് എന്നുള്ളത് എടുത്തതിന് ശേഷം ഈ ഡിസ്ക് എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ ഡിസ്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. എൻ്റെ ഈ ഒരു ലാപ്ടോപ്പിൽ SSD ആണ്, Acer SSD. നമ്മുടെ SSDയുടെ ഡീറ്റെയിൽസ് കാണാം. അതേപോലെ നിങ്ങളത് ഇവിടെ HDD എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഹാർഡ് ഡിസ്ക് ആയിരിക്കും. അത് SSDയിലോട്ട് മാറ്റുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. നല്ല സ്പീഡായിട്ട് പഴയ ലാപ്ടോപ്പ് കളയേണ്ട ആവശ്യം വരുന്നില്ല. നമുക്കത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ സ്പീഡ് ഇൻക്രീസ് ആവും. ഇത്രയും മെത്തേഡുകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ SSD മാറ്റുക എന്നുള്ളത് ലാസ്റ്റ് മെത്തേഡാണ്. ഞാൻ ഇത്രയും ചെയ്തിട്ടുള്ള ആ ഒരു ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്പീഡ് കിട്ടും. ലാസ്റ്റായിട്ട് മാത്രം എന്നിട്ടും സ്പീഡ് കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ പഴയ ലാപ്ടോപ്പ് ആണെങ്കിൽ മാത്രം നമ്മൾ SSDയിലോട്ട് ചേഞ്ച് ചെയ്താൽ മതി. ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.